വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിനത്തിൽ അദ്ദേഹത്തിന്റെ വിഖ്യാത കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി ആ പഴയ ബേപ്പൂർ മുറ്റം വിദ്യാലയമുറ്റത്തേക്ക് പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് പാവർട്ടി LF-LP സ്കൂളിലെ കുരുന്നുകൾ. മാങ്കോസ്റ്റിൻ മരത്തണലിലെ ആ പഴയ ചാരുകസേരയും ഗ്രാമഫോണിൽ നിന്നൊഴുകുന്ന പാട്ടുകളും ഓർമ്മകളിൽ വീണ്ടും ജീവൻ വെച്ചപ്പോൾ വിദ്യാലയമുറ്റം ബഷീറിയൻ സാഹിത്യത്തിന്റെ ജീവസുറ്റ വേദിയായി മാറി. ഖദീജയ്ക്ക് കമ്മൽ വാങ്ങാൻ സുൽത്താന്റെ കാതിൽ വന്ന് അതീവ രഹസ്യം പറയുന്ന പാത്തുമ്മയുടെ ആടിലെ കുഞ്ഞു ഫാത്തിമയും അതിന് ഗൗരവത്തിൽ മറുപടി നൽകുന്ന ബഷീറും കാണികളിൽ കൗതുകമുണർത്തി. പ്രണയത്തിന്റെ നിലയ്ക്കാത്ത വിങ്ങലായി ബാല്യകാല സഖിയിലെ മജീദും സുഹറയും ഈ സ്കൂൾ മുറ്റത്ത് വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ അതൊരു വിരഹാർദ്രമായ കാഴ്ചയായി. "ഇന്റെ ഉപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു" എന്ന ഗർവോടെ തോമായും ആനവാരി രാമൻ നായരും പിന്നെ തട്ടിക്കൂട്ട് ന്യായങ്ങളുമായി എട്ടുകാലി മമ്മൂഞ്ഞും തങ്ങളുടെ സ്ഥിരം കുസൃതികളുമായി സജീവമായി രംഗത്തുണ്ടായിരുന്നു. മതിലുകൾക്കപ്പുറത്തു നിന്ന് പ്രണയം പൂക്കുന്ന നാരായണിയുടെ ശബ്ദവും പ്രണയത്തിന്റെ ചിഹ്നമായ റോസാപ്പൂവും ആ മുറ്റത്ത് ഒരു അദൃശ്യ സാന്നിധ്യമായി വായുവിൽ നിറഞ്ഞു നിന്നു. കാലം എത്ര കഴിഞ്ഞാലും ബേപ്പൂർ സുൽത്താനും അദ്ദേഹത്തിന്റെ മാന്ത്രിക കഥാപാത്രങ്ങളും മരിക്കുന്നില്ല. പുതിയ തലമുറയിലൂടെ അവരുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയിലൂടെയും അഭിനയത്തിലൂടെയും ആ കഥാപാത്രങ്ങൾ ഇങ്ങനെ പുനർജനിച്ചുകൊണ്ടേയിരിക്കും. ചടങ്ങിന്റെ ഉദ്ഘാടനം മാനേജർ പ്രതിനിധി ഫാദർ പ്രവീൺ പോൾ നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക PP പ്രിൻസി അധ്യക്ഷയായി. സാഹിത്യകാരനായ റാഫി നീലങ്കാവിൽ മുഖ്യപ്രഭാഷണവും നടത്തി. അധ്യാപകരായ പ്രിൻസ് പോൾ, സിമി ജോസ് പോൾ, ഫ്രാൻസി ജോൺ, ആൻസി സിജോ, MK സീന എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.